ശ്രീമതി രാധാറാണിയുടെ മഞ്ജരിമാർ. മഞ്ജരിമാർ മുട്ടുകൾ അല്ലെങ്കിൽ ഇളം പരിചാരകന്മാർ. വൃന്ദാവനത്തിലെ വ്രജലീലയിൽ ശ്രീമതി രാധാറാണിയുടെ ഏറ്റവും അടുത്തതും രഹസ്യവുമായ കൂട്ടുകാരാണ്. നിസ്വാർത്ഥമായ സ്നേഹത്തിന്റെ പരമോന്നത പ്രകടനമായി കണക്കാക്കപ്പെടുന്ന മഞ്ജരീഭാവം എന്ന സവിശേഷമായ ഭക്തിഭാവത്തെ അവർ ഉൾക്കൊള്ളുന്നു. മഞ്ജരിമാരുടെ സേവനം അഗാധമായ നിസ്വാർത്ഥതയാൽ അടയാളപ്പെടുത്തപ്പെട്ടതാണ്. ഇത് തത്സുഖഭാവം, പ്രിയപ്പെട്ടവരുടെ സന്തോഷത്തിൽ മാത്രം സന്തോഷം കണ്ടെത്തുന്ന ഭാവം എന്നറിയപ്പെടുന്നു. ദിവ്യദമ്പതികളായ ശ്രീ രാധാകൃഷ്ണന്റെ പ്രണയബന്ധങ്ങളും ലീലകളും ഒരുക്കുകയും അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുക. സ്വന്തം ആനന്ദത്തിനായി അവർ കൃഷ്ണനുമായി നേരിട്ടുള്ള അടുപ്പം ആഗ്രഹിക്കുന്നില്ല. രാധാറാണിയുടെ സന്തോഷം സാധ്യമാക്കുന്നതിൽ മാത്രമാണ് അവരുടെ ആനന്ദം നിലകൊള്ളുന്നത്. അവരുടെ വാത്സല്യം പ്രാഥമികമായി രാധാറാണിയോട് മാത്രമാണ്. അവർ സ്വയം അവളുടെ പരിചാരകരായി കണക്കാക്കുകയും അവളുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം മാത്രം കൃഷ്ണനെ സേവിക്കുകയും ചെയ്യുന്നു. മഞ്ജരിമാർ നിത്യമായി ചെറുപ്പമായിരിക്കും. സാധാരണയായി 13 വയസ്സ് ശരാശരി പ്രായമുള്ള കൗമാരികൾ. പൂർണ്ണ വളർച്ചയെത്താത്ത കൗമാരക്കാരായിട്ടാണ് ഇവരെ വിശേഷിപ്പിക്കുന്നത്. ഈ പ്രായം അവരുടെ നിഷ്കളങ്കവും ശാന്തവുമായ അവസ്ഥയെ സൂചിപ്പിക്കുന്നു. ഇത് രാധാകൃഷ്ണന്റെ ഏറ്റവും രഹസ്യമായ കുഞ്ചങ്ങളിൽ തടസ്സമില്ലാതെ പ്രവേശിക്കാൻ അവരെ അനുവദിക്കുന്നു. രാധാറാണിയുടെ മുടി അലങ്കരിക്കുക, മേക്കപ്പ് ചെയ്യുക, വെറ്റില നൽകുക, കാൽ മസാജ് ചെയ്യുക തുടങ്ങിയ ഏറ്റവും അടുപ്പമുള്ള നിമിഷങ്ങളിൽ അവർ രാധാറാണിയെ സഹായിക്കുന്നതിനാൽ അവരുടെ സേവനം ഏറ്റവും രഹസ്യവും ശ്രേഷ്ഠവുമാണ്. മഞ്ജരിമാരും ശ്രീമതി രാധാറാണിയും വ്രജമേഖലയിലെ ഗോപികമാരായി പശുക്കളെ മേയ്ക്കുന്ന പെൺകുട്ടികൾ ഒരേ നിത്യനാടകത്തിൽ ലീല പങ്കെടുക്കുന്നു. യാവത അല്ലെങ്കിൽ ജാവത്. ബർസാനയിലെ ആദ്യ ജീവിതത്തിന് ശേഷം രാധാറാണി യോഗമായയുടെ ക്രമീകരണ പ്രകാരം യാവതയിലേക്ക് മാറി. അവിടെ അവൾ തന്റെ ഭർത്താവായി കരുതപ്പെടുന്ന അഭിമന്യുവിന്റെ വീട്ടിൽ താമസിച്ചു. 8 പ്രധാന മഞ്ജരിമാരുടെയും ജന്മസ്ഥലവും പ്രധാന വാസസ്ഥലവുമായി യാവത കണക്കാക്കപ്പെടുന്നു. അവർ രാധാറാണിയുടെ ഉടനടിയുള്ള വ്യക്തിഗത സ്റ്റാഫായി താമസിക്കുകയും എല്ലായിടത്തും അവളെ അനുഗമിക്കുകയും ചെയ്യുന്നു. ലളിത, വിശാഖ തുടങ്ങിയ രാധാറാണിയുടെ അഷ്ടസഖിമാരുടെ 8 പ്രധാന കൂട്ടുകാരികളുടെ നിർദ്ദേശപ്രകാരമാണ് മഞ്ജരിമാർ പ്രവർത്തിക്കുന്നത്. മഞ്ജരിമാരിൽ പ്രധാനിയായ രൂപമഞ്ജരി ലളിത സഖിയെ പിന്തുടരുന്നു. 8 പ്രധാന മഞ്ജരിമാർ അഷ്ടമഞ്ജരിമാർ എന്നറിയപ്പെടുന്നു. രൂപമഞ്ജരി, രതിമഞ്ജരി, ലവംഗമഞ്ജരി, മഞ്ജുലാലി മഞ്ജരി, കസ്തൂരി മഞ്ജരി, രസമഞ്ജരി, ഗുണമഞ്ജരി, വിലാസമഞ്ജരി എന്നിവരാണ്. അടുത്ത വീഡിയോയിൽ ഓരോ മഞ്ജരിയുടെയും വിവരണം, അവരുടെ വ്യക്തിഗത രൂപഭാവം, നിറം, പ്രത്യേക സേവനങ്ങളും അവതരിപ്പിക്കും. എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. രാധേ രാധേ.